നമസ്കാരം, ഞാൻ രേവതി ഉദയൻ. ഒടുവിൽ തന്റെ പരാതികളെല്ലാം അൻവർ പടച്ചോനോട് പറയാൻ തീരുമാനിച്ചു. പിണറായിയോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്നും പടച്ചോനോട് പറഞ്ഞാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നുമാണ് അൻവറിന്റെ പക്ഷം. ദൈവമല്ലാതെ തന്നെ രക്ഷിക്കാൻ ഇനി ആർക്കും കഴിയില്ല എന്ന സ്വബോധത്തിൽ നിന്നാണോ പടച്ചവനോട് ഇത്രയും ഭക്തി ഇത്ര പെട്ടെന്ന് ഉണ്ടായതെന്നറിയില്ല. ഇന്നലെയാണ് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് 15കാരൻ മരിച്ചത്. നടന്നത് വളരെ ദാരുണമായൊരു സംഭവമാണെന്നിരിക്കെയും അതിനെപ്പോലും രാഷ്ട്രീയമായി മുതലെടുക്കാനും വോട്ട് ബാങ്കാക്കി മാറ്റാനുമുള്ള നേതാക്കന്മാരുടെ രക്തം കുടിക്കുന്ന ചെന്നായ്ക്കളുടെ പ്രകൃതമാണ് അവിടെ പ്രകടമായത് എന്ന് പറയാതെ വയ്യ. സംഭവത്തിൽ UDF വലിയ പ്രതിഷേധങ്ങളാണ് സ്ഥലത്ത് നടത്തുന്നത്. കോൺഗ്രസിന്റെ ഈ പ്രതിഷേധത്തിനെതിരെ മുൻ MLAയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ PV അൻവർ രംഗത്ത് വന്നിട്ടുണ്ട്. ജില്ലാ ആശുപത്രി റോഡ് തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ചല്ല പ്രകടനപരത കാണിക്കേണ്ടത് എന്നും ഈ ആളുകളെ ഒന്നും താൻ മുൻപ് കണ്ടിട്ടേയില്ല എന്നും അൻവർ പറഞ്ഞു. തുടർന്ന് മനുഷ്യ വന്യജീവി സംഘർഷം എന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പരാമർശത്തിനെയും അൻവർ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്തെത്തി. മനുഷ്യ വന്യജീവി സംഘർഷം എന്നൊന്നില്ല എന്നും വന്യജീവികൾ ഏകപക്ഷീയമായി മനുഷ്യരെ ആക്രമിക്കുകയാണ് എന്നും അൻവർ പറഞ്ഞു. ഷൗക്കത്തിന്റെ വാക്കുകൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്നതാണ് എന്നും അദ്ദേഹം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. വനം വകുപ്പിന്റെ ഉത്തരവാദിത്തക്കുറവാണ് ഈ ദാരുണ സംഭവം ഉണ്ടാകാൻ ഇടയാക്കിയത് എന്നാരോപിച്ചുകൊണ്ടാണ് കോൺഗ്രസുകാർ വലിയ പ്രക്ഷോഭ പരിപാടികൾ സ്ഥലത്ത് നടത്തുന്നത്. എന്നാൽ സംഭവം ഗൂഢാലോചനയാണ് എന്നുള്ള നിലപാടിലാണ് വനം മന്ത്രി ശശീന്ദ്രന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെയും അൻവർ രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസും സിസ്റ്റവും ഈ സർക്കാരിന്റെ കയ്യിലാണ്. ആ ഗൂഢാലോചന അന്വേഷിച്ച് ആളുകളെ അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മന്ത്രി മാപ്പ് പറയണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സർക്കാരിനെ അൻവർ രൂക്ഷമായി തന്നെ വിമർശിച്ചിട്ടുണ്ട്. താനിപ്പോൾ ഈ ജനങ്ങളെ കാത്തുരക്ഷിക്കണമെന്ന് പടച്ചോനോടാണ് പറയുന്നത്, അല്ലാതെ ഈ സർക്കാർ അവരെ നോക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ അൻവർ മലയോര മനുഷ്യരെ രക്ഷിക്കാൻ ഫണ്ടില്ലെങ്കിൽ എങ്ങനെയാണ് എന്ന ചോദ്യവും സർക്കാരിനെതിരെ ഉന്നയിച്ചു. പന്നിയെ കാട്ടിൽ നിർത്തേണ്ട ഉത്തരവാദിത്തം സർക്കാരിനല്ലേ എന്നും അൻവർ ചോദിച്ചു. സർക്കാരിന്റെ ലക്ഷ്യം പശ്ചിമഘട്ടത്തിൽ നിന്ന് കർഷകരെ താഴെ ഇറക്കുക എന്നതാണെന്നും അൻവർ കുറ്റപ്പെടുത്തി. നിയമം കൊണ്ട് ജനങ്ങളെ ഇറക്കാൻ കഴിയില്ല, അതുകൊണ്ട് വന്യമൃഗ ആക്രമണങ്ങൾ കൊണ്ട് ജനങ്ങളെ പൊറുതി മുട്ടിച്ച് പുറത്തിരിക്കണം. ഗൂഢാലോചന വളരെ വലുതാണ് എന്നും എത്ര ആളുകൾ മരിച്ചു വീണാലും ഇതിനൊരു പരിഹാരമുണ്ടാകില്ല എന്നും അൻവർ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. മുഖ്യപ്രതി വഴിക്കടവ് പുത്തരിപ്പാടം സ്വദേശി വിനേഷാണ് കുറ്റസമ്മതം നടത്തിയത്. പന്നിയെ പിടികൂടി മാംസവ്യാപാരം നടത്താനാണ് കെണിവെച്ചത് എന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതി നേരത്തെയും പന്നികളെ പിടികൂടാൻ ഇത്തരത്തിൽ കെണിയൊരുക്കിയിട്ടുണ്ട്. പ്രദേശത്തെ നായാട്ട് സംഘത്തിലെ പ്രധാനിയാണ് അറസ്റ്റിലായ പ്രതി. ഇത്തരത്തിൽ കെണി സ്ഥാപിച്ച് പന്നിയെ പിടിച്ച് മാംസവ്യാപാരം നടത്തുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്. ഇവർക്ക് സ്ഥലമുടമയുമായി ബന്ധമൊന്നുമില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഇത്തരത്തിൽ വൈദ്യുതി മോഷ്ടിച്ച് പന്നിക്കണി സ്ഥാപിച്ച് മാംസം കച്ചവടം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നേരത്തെ തന്നെ നിരവധി പരാതികൾ ഉന്നയിച്ചിരുന്നെങ്കിലും നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന ശക്തമായ ആക്ഷേപവും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും നഷ്ടം വീട്ടുകാർക്ക് മാത്രമാണ്. രാഷ്ട്രീയക്കാർക്ക്, അതിന് ഏത് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ആളായാലും അവർക്കൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ അടുത്ത ആയുധങ്ങളും ആരോപണങ്ങളും മാത്രമാണ് ഇതൊക്കെ എന്ന് പറയാതെ വയ്യ.